വ്യത്യസ്ത ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കും നമ്മളിൽ പലരും. ബാങ്കുകളിലെ നിക്ഷേപങ്ങളെ പറ്റിയും ഓഹരികളെ പറ്റിയും പിൻവലിക്കപ്പെടലുകളെ പറ്റിയും ഒക്കെ നല്ല പരിചയവും സേവിങ്സ്, സാലറി, ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങി ബാങ്കുകളുടെ പല സേവനങ്ങളുടെയും ഉപഭോക്തരായിരിക്കും മിക്കവരെങ്കിലും അവകാശികളില്ലാത്ത അനാഥ പണത്തെപ്പറ്റി അധികമാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ തോത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 28% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 19 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വെച്ച് കണക്കനുസരിച്ച് 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ 42,270 കോടി രൂപയുടെ നിക്ഷേപമാണ് അവകാശികളില്ലാതെ വിവിധ സർക്കാർ ഇതര ബാങ്കുകളിലായി കെട്ടിക്കിടക്കുന്നത്. തൊട്ടു മുൻപത്തെ സാമ്പത്തിക വർഷം 32,934 കോടി രൂപയായിരുന്നു പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലുമായി ഉണ്ടായിരുന്നത്. നിലവിൽ 36,185 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിലും 6,087 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ സ്വകാര്യ ബാങ്കുകളിലും കെട്ടിക്കിടക്കുന്നു. ഇതാണിപ്പോൾ നിലവിലുള്ള അനാഥ പണത്തിന്റെ കണക്കുകൾ. എന്നാൽ ഇപ്പോഴും എന്താണ് അനാഥ പണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അനാഥ പണം എന്ന് വെച്ചാൽ അവകാശികളില്ലാത്ത നിക്ഷേപമാണ്. 10 വർഷത്തോളമായി ഉപയോഗിക്കാത്ത സേവിങ്സ്, കറന്റ് അക്കൗണ്ടുകളിലെ ബാലൻസിനെയാണ് അവകാശികളില്ലാത്ത നിക്ഷേപമായി കണക്കാക്കുന്നത്. ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ പലരും ക്ലോസ് ചെയ്യാത്തതും മരണപ്പെട്ടവരുടെ അക്കൗണ്ടുകൾക്ക് അവകാശികളില്ലാത്തതുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഈ തുക അതത് ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്ന ഫണ്ടിലേക്ക് മാറ്റാറാണ് പതിവ്. മരണപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾ അർഹരായ അവകാശികൾക്ക് ക്ലെയിം ചെയ്യുന്നതിനായി ബാങ്കുകൾ ഈ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുമുണ്ട്. ഈ തുക ഓരോ വർഷവും കുറച്ചു കൊണ്ടുവരാൻ RBI ശ്രമം നടത്തുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കുകളിൽ അവകാശപ്പെടാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ എളുപ്പത്തിൽ കണ്ടെത്താനായി പോർട്ടലും RBI അവതരിപ്പിച്ചിട്ടുണ്ട്. തുക തിരിച്ചെടുക്കാനോ അക്കൗണ്ട് വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനോ ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട ബാങ്കുകളെ സമീപിക്കാനും സഹായിക്കുന്നതാണ് ഈ പോർട്ടൽ. ഓരോ ജില്ലയിലെയും അതത് ബാങ്കുകളിലെ ഇത്തരത്തിലുള്ള ടോപ്പ് 100 നിക്ഷേപങ്ങൾ കണ്ടെത്തി തിരികെ നൽകാനായി കഴിഞ്ഞ ജൂൺ 1 മുതൽ 100 ദിവസത്തെ പ്രത്യേക ക്യാമ്പയിനും RBI നടത്തിയിരുന്നു. ഇതുവഴി 1,43,268 കോടി രൂപ ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. എങ്കിലും ഇനിയും കോടികളാണ് അനാഥമായി ഉപയോഗത്തിൽപ്പെടുത്താൻ പറ്റാതെ കിടക്കുന്നത്.